ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമിസ്റ്റർ കോമൺ കോഴ്സ് കലൈഡോസ്കോപ്പിലെ ടെക്സ്റ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ബ്രിട്ടീഷ് പോയറ്റ് കാരൽ ആൻഡ് ഡഫി ടെക്സ്റ്റ് മെസ്സേജിങ്ങിനെ കുറിച്ച് എഴുതിയിട്ടുള്ളൊരു പോയമാണ്. നമ്മളിവിടെ ഈ പോയത്തിലെ പാർട്ട് ബൈ പാർട്ട് ആയിട്ടുള്ള ഒരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിൻ്റെ സമ്മറി നോക്കാം. Opening and introduction of the mobile. The speaker introduces their mobile phone, comparing it to an injured bird that needs careful tending. ഒരു മുറിവേറ്റ പക്ഷിയെ പരിചരിക്കുന്നത് പോലെ അവർ തൻ്റെ മൊബൈൽ ഫോൺ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പോയറ്റ് തുടക്കത്തിൽ പറയുന്നത്. അതായത് നമുക്കിപ്പോൾ പ്രിയപ്പെട്ട ഒരാളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും മെസ്സേജൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുമല്ലോ. ആ രീതിയിൽ ഒരു മുറിവേറ്റ പക്ഷിയെ എന്ന പോലെയാണ് അവർ ആ ഫോണിനെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയാണ് തുടക്കത്തിൽ പറയുന്നത്. ദിസ് മെറ്റഫർ സജസ്റ്റ് ദ ഫ്രിജിലിറ്റി ആൻഡ് ഡെലിക്കേറ്റ് നേച്ചർ ഓഫ് ദെയർ കമ്മ്യൂണിക്കേഷൻ. അവരുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫ്രിജിലിറ്റി, ഒരു ദൗർബല്യമാണ് ഇവിടെ ഈ ഒരു മെറ്റഫറിലൂടെ അവതരിപ്പിക്കുന്നത്. അതായത് വളരെ ദുർബലമായിട്ടുള്ള ഏത് നിമിഷവും നഷ്ടപ്പെടാവുന്ന തരത്തിലൊരു സാഹചര്യമാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഉള്ളത് എന്നുള്ളത് ഈ തുടക്കത്തിലെ മെറ്റഫറിലൂടെ പറയുന്നു. Repetition and the significance of texting. The act of texting is emphasized through repetition. തുടർന്ന് അവർ ടെക്സ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. അത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഞങ്ങളിങ്ങനെ ടെക്സ്റ്റ് ചെയ്തേ ഇരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഹൈലൈറ്റിംഗ് ദി എഫേർട്ട് ടു കമ്മ്യൂണിക്കേറ്റ് ഇമ്പോർട്ടൻറ്റ് ഫീലിങ്സ് ആൻഡ് വേർഡ്സ് ത്രൂ ദിസ് മീഡിയം. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ മീഡിയത്തിലൂടെ, ഈ മൊബൈൽ ഫോണിലൂടെ ടെക്സ്റ്റ് മെസ്സേജിലൂടെയാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തുടർച്ചയായിട്ട് അതിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം പോയിട്ട് പറയുന്നു. റീറീഡിംഗ് മെസ്സേജസ് ആൻഡ് സീക്കിംഗ് മീനിങ്. ദ സ്പീക്കർ റീറീഡ്സ് പാസ്റ്റ് മെസ്സേജസ് സെർച്ചിങ് ഫോർ സ്മോൾ സൈൻസ് ഓഫ് അഫെക്ഷൻ. അതിനുശേഷം പോയറ്റ് ചെയ്യുന്നത് ഈ മുൻപ് അയച്ചിട്ടുള്ള മെസ്സേജുകളൊക്കെ, പഴയ കോൺവെർസേഷനിലെ ടെക്സ്റ്റുകളൊക്കെ എടുത്ത് വീണ്ടും വായിച്ചു നോക്കുകയാണ്. ഒരു അഫെക്ഷനാണ് അവർ അതിൽ നിന്ന് അന്വേഷിക്കുന്നത്. ലൈക്ക് എക്സസ് ഫോർ കിസ്സസ്. എക്സസ് എന്ന് പറയുന്നത് ഈ ഇമോജിക്ക് പകരമായിട്ട് ടെക്സ്റ്റിനകത്ത് ഉപയോഗിക്കുന്നതാണ്. കിസ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു സ്നേഹം ലഭിക്കുന്ന, ഒരു അഫെക്ഷൻ ലഭിക്കുന്ന എന്തെങ്കിലുമൊക്കെ അവർ വീണ്ടും വീണ്ടും ആ പഴയ മെസ്സേജുകളിൽ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫീലിംഗ് സംവാട്ട് ഫൂളിഷ് ഇൻ ദെയർ ഒബ്സസീവ് ബിഹേവിയർ. അപ്പോൾ ഈ ഒരു ഒബ്സസീവ് ബിഹേവിയറിൽ, കാരണം ഇതിങ്ങനെ വീണ്ടും വീണ്ടും പഴയ മെസ്സേജുകൾ ഇങ്ങനെ എടുത്ത് വായിക്കുന്ന ആ ഒരു സ്വഭാവത്തിൽ അവർക്കൊരു അബ്സർഡിറ്റി അല്ലെങ്കിൽ ഒരു വിചിത്രത തോന്നുകയും ചെയ്യുന്നുണ്ട്. മിസ്കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബ്രോക്കൺ കണക്ഷൻ. ദ സ്പീക്കർ അക്നോളജസ് ദാറ്റ് ദ മെസ്സേജസ് ദേ സെൻഡ് ആൻഡ് റിസീവ് ഓഫ്റ്റൻ അറൈവ് വിത്ത് എ ബ്രോക്കൺ കോഡ്. ഒരു പൊട്ടിയ കമ്പിയിൽ നിന്ന് വരുന്ന ഒരു ശബ്ദം പോലെയാണ്. അതായത് ഈ വയലിൻ്റെയോ അല്ലെങ്കിൽ ഗിത്താറിൻ്റെയൊക്കെ കമ്പി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഒരു ശബ്ദം പോലെ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അതായത് ഉദ്ദേശിച്ച കാര്യമല്ല ഈ ടെക്സ്റ്റിലൂടെ ഇവർ എക്സ്പ്രസ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുന്നു. ഇൻഡിക്കേറ്റിംഗ് ഇൻകംപ്ലീറ്റ് ഓർ മിസ്അണ്ടർസ്റ്റുഡ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം ടെക്സ്റ്റ് മെസ്സേജിനകത്ത് അത് പറയുന്നതല്ല, അത് വായിക്കുന്നതാണെന്നുള്ള കാരണം കൊണ്ട് ഏത് ടോണിലാണ് ഇത് ഉദ്ദേശിച്ചെന്നുള്ള കാര്യം ചിലപ്പോൾ വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണമെന്നില്ല. ഒരുപാട് മിസ്കമ്മ്യൂണിക്കേഷൻസ് അതിനകത്ത് കടന്നു വരാം. അതുപോലെ തന്നെയും ഒരു അഫെക്ഷൻ ഫീൽ ചെയ്യാത്ത ഒരു കാര്യത്തെ കുറിച്ചിട്ടുമാണ് പോയിട്ട് അടുത്തതായിട്ട് പറയുന്നത്. ഇമാജിനിങ് ദ റെസിപ്പിയൻറ്റ് ആൻഡ് ബ്ലേർഡ് വിഷൻ. ദ സ്പീക്കർ ട്രൈസ് ടു വിഷ്വലൈസ് ദ റെസിപ്പിയൻറ്റ്സ് ഹാൻഡ്സ് ബട്ട് ഫൈൻഡ്സ് ദി ഇമേജ് ബ്ലേർഡ്. അതിനുശേഷം ഈ മെസ്സേജ് സ്വീകരിക്കുന്ന ആളുടെ കൈകൾ സങ്കല്പിച്ച് നോക്കാൻ വേണ്ടി, ഇമാജിൻ ചെയ്ത് നോക്കാൻ വേണ്ടി പോയിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഒരു മങ്ങിയ ചിത്രം മാത്രമാണ് ലഭിക്കുന്നത്. സിംബലൈസിങ് ദ ചലഞ്ച് ഓഫ് മെയിൻറ്റെയിനിങ് എ ക്ലിയർ ആൻഡ് വിവിഡ് കണക്ഷൻ ത്രൂ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ലഭിക്കുന്നില്ല എന്നതിൻ്റെ സിമ്പിളാണ് നമ്മൾ വീണ്ടും കാണുന്നത്. ഫ്യൂച്ചിലിറ്റി ആൻഡ് അൺഹേർഡ് പ്രസസ്. ദ പോയം കൺക്ലൂഡ്സ് വിത്ത് ദ സ്പീക്കർ ഫീലിംഗ് ദാറ്റ് നോ മാറ്റർ വാട്ട് ദേ ടൈപ്പ്, their true emotions and intentions remain unheard. ഇനി പോയം അവസാനിക്കുന്ന സമയത്ത് പറയുന്നത് ഇവര് എത്ര തന്നെ പ്രസ് ചെയ്താലും അല്ലെങ്കിൽ ടൈപ്പ് ചെയ്താലും, എത്ര തന്നെ ടെക്സ്റ്റ് അയച്ചു കഴിഞ്ഞാലും ഇവരുടെ യഥാർത്ഥ ഇമോഷൻസും ഇന്റൻഷൻസും ഇതിലൂടെ കൺവേ ചെയ്യാൻ കഴിയുന്നില്ല എന്ന രീതിയിലാണ്. അണ്ടർസ്കോറിംഗ് ദ ലിമിറ്റേഷൻസ് ഓഫ് ടെക്സ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ കൺവേയിങ് ഡീപ്പ് ഫീലിങ്സ്. അപ്പോൾ ആഴത്തിലുള്ള ഈ ഫീലിങ്സ് ഈ ടെക്സ്റ്റിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലെ ഒരു കുറവുകളെ കുറിച്ചിട്ടാണ് ഈ പോയത്തിനകത്ത് പറയുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം.
I tend the mobile now like an injured bird. Identify the figure of speech. ഈ ഒരു വരിയിൽ ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ദ ഫിഗർ ഓഫ് സ്പീച്ച് ഐ ടെൻ ദ മൊബൈൽ നൗ ലൈക്ക് എൻ ഇൻജേർഡ് ബേർഡ് ഈസ് എ സിമിലി. ഇതിനകത്ത് ലൈക്ക് എന്നുള്ള ഒരു പ്രയോഗം വരുന്നുണ്ട്. നമുക്കറിയാം ആസും ലൈക്കും വരുന്നത് സിമിലിയിലാണെന്നുള്ളത്. As it compares the way the speaker takes care of their mobile phone to tending an injured bird using like to draw the comparison. ഇവിടെ ഈ ഇൻജേർഡ് ബേർഡും മൊബൈലും തമ്മിലുള്ള കമ്പാരിസന് വേണ്ടിയിട്ട് അവർ ലൈക്ക് എന്ന വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആസും ലൈക്കും വരുന്നത് സിമിലി ആണെന്ന്. വൈ ഡസ് ദ പോയറ്റ് ടെൻ ദ ഫോൺ ലൈക്ക് എൻ ഇൻജേർഡ് ബേർഡ്? ഇനി എന്തുകൊണ്ടാണ് ഒരു മുറിവേറ്റ പക്ഷിയെ പോലെ ഇവർ ഈ ഫോൺ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്? The speaker tends the phone like an injured bird to emphasize the fragile and delicate nature of their digital communication. അവരുടെ ഈ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന്റെ ദൗർബല്യം അല്ലെങ്കിൽ ദുർബലത പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പാരിസൺ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. This suggests that the relationship or connection through the phone requires careful attention and is easily disrupted. അവരുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷന് വളരെയധികം അറ്റൻഷൻ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അത് തകർന്നു പോകും എന്നുള്ളൊരു ഇമേജാണ് നമുക്കതിന് ലഭിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു മെസ്സേജ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്തിട്ട് മെസ്സേജ് വന്നുണ്ടോ എന്ന് നോക്കുന്നതെല്ലാം ആ ഒരു കണക്ഷൻ വളരെ ഫ്രജൈലാണ്, ദുർബലമാണ് എന്നുള്ളതിന്റെ ഒരു സിമ്പലാണ്. ആ രീതിയിലാണ് ഈ ഒരു മുറിവേറ്റ പക്ഷിയെ പോലെ പരിചരിക്കുക എന്നുള്ള കാര്യം പറയുന്നത്. വാട്ട് ഡു ദ ലെറ്റേഴ്സ് XX മീൻ ഇൻ എ ടെക്സ്റ്റ് മെസ്സേജ്? ഇന്നൊരു ടെക്സ്റ്റ് മെസ്സേജിൽ ഈ ഡബിൾ എക്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻ എ ടെക്സ്റ്റ് മെസ്സേജ് ദ ലെറ്റേഴ്സ് XS ടിപ്പിക്കലി മീൻ കിസ്സസ്. കിസ് എന്നുള്ളതിന്റെ ഒരു സിമ്പിളായിട്ട് ഇമോജിക്ക് പോലെ ഉപയോഗിക്കുന്നതാണ് ഈ XX എന്നുള്ളത്. They are often used as a sign of affection or endearment between the sender and the recipient. രണ്ടുപേര് തമ്മിലുള്ള ഒരു അടുപ്പം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, what does the poem suggest about the authenticity and depth of relationships formed through text messages? ഈ ടെക്സ്റ്റ് മെസ്സേജസിലൂടെയുള്ള റിലേഷൻഷിപ്പിന്റെ ഡെപ്തിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. സർഫസ് ലെവൽ ഇന്ററാക്ഷൻ. The poem suggests that relationships formed or maintained through text messages can often be shallow or superficial. ഈ ടെക്സ്റ്റ് മെസ്സേജസിലൂടെയുള്ള റിലേഷൻഷിപ്പ് പലപ്പോഴും ഒരു ശൂന്യത അനുഭവിക്കുന്നതായിരിക്കും എന്ന രീതിയിലാണ് പോയറ്റ് പറയുന്നത്. The use of text emphasizes the repetitive and potentially monotonous nature of such interactions. ഇനി ഇവരിങ്ങനെ ആവർത്തിച്ച് ടെക്സ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പോയിട്ട് പറയുന്നുണ്ട്. അതായത് വളരെയധികം എഫേർട്ട് ആവശ്യമുള്ളതും ദുർബലമായിട്ടുള്ളതും എപ്പോൾ വേണമെങ്കിലും അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ തകർന്നു പോകാവുന്നതുമായിട്ടുള്ള ഒരു കാര്യം എന്ന രീതിയിലാണ് ഈ ടെക്സ്റ്റ് മെസ്സേജ് ബേസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ പോയിട്ട് അവതരിപ്പിക്കുന്നത്. ലാക്ക് ഓഫ് ഇമോഷണൽ ഫുൾഫിൽമെന്റ്. The speaker's rereading of messages and searching for small signs of affection indicate a craving for emotional connection that text messages fail to fully satisfy. ഇനി വീണ്ടും പഴയ മെസ്സേജുകൾ എടുത്ത് വായിച്ചു നോക്കുകയും അതിൽ ഒരു അഫെക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് പോയിട്ട് പറയുന്നുണ്ട്. അത് ടെക്സ്റ്റ് മെസ്സേജിനകത്ത് ഈ രീതിയിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ലഭിക്കാത്തത് കൊണ്ടാണ് വീണ്ടും അതിനുവേണ്ടി തിരയേണ്ടി വരുന്നത്. പിന്നെ വരുന്നത് മിസ്കമ്മ്യൂണിക്കേഷൻ ആണ്. The broken code metaphor highlights the potential for miscommunication and the incomplete transmission of feelings through text. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ ഈ വയലിൻ്റെയോ അല്ലെങ്കിൽ ഗിറ്റാറിൻ്റെയോ ഒരു കമ്പി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ശബ്ദം എന്നതുപോലെ ഇവർക്ക് ഈ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും മിസ്കമ്മ്യൂണിക്കേഷനിൽ നയിക്കാറുണ്ട്. ഇവർ ഉദ്ദേശിച്ച കാര്യമായിരിക്കില്ല വായിക്കുന്ന ആൾ മനസ്സിലാക്കുക, ഫീലിങ്സ് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല തുടങ്ങിയിട്ടുള്ള പോരായ്മകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. Suggesting that digital communication can hinder the authenticity and depth of relationships. ആ രീതിയിൽ ഈ റിലേഷൻഷിപ്പിന്റെ ഒതന്റിസിറ്റിക്കും ഡെപ്തിനും പര്യാപ്തമായിട്ടുള്ള ഒന്നല്ല എന്നുള്ള രീതിയിലാണ് ഈ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനെ അവതരിപ്പിക്കുന്നത്. ഹൗ ഡസ് ദ പോയം എക്സ്പ്ലോർ ദ തീം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഡിജിറ്റൽ ഏജ്? ഡിജിറ്റൽ ഏജിലെ കമ്മ്യൂണിക്കേഷൻ എന്നൊരു തീം എങ്ങനെയാണ് ഈ പോയത്തിനകത്ത് എക്സ്പ്ലോർ ചെയ്യുന്നത്? ഫ്രെജിലിറ്റി ഓഫ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. By comparing the mobile phone to an injured bird, the poem illustrates the fragile nature of digital communication and the careful attention it requires. ഒരു മുറിവേറ്റ പക്ഷിയെ പരിചരിക്കുന്നത് പോലെ എന്നാണ് ഈ മൊബൈൽ ഫോണിനെ അവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വളരെ ഫ്രജൈൽ ആയിട്ടുള്ള, ദുർബലമായിട്ടുള്ള, വളരെ അറ്റൻഷൻ ആവശ്യമായിട്ടൊരു കാര്യം എന്ന രീതിയിലാണ് ഈ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനെ പോയിട്ട് അവതരിപ്പിക്കുന്നത്. റിപ്പീറ്റേറ്റീവ് നേച്ചർ.
The repetition of text underscores the continuous yet possibly unfulfilling effort to maintain contact through digital means. ഇനി കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് എടുത്തുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇത് എന്നുള്ളതാണ് ഈ ആവർത്തിച്ച് ടെക്സ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിലൂടെ പറയുന്നത്. പിന്നെ പറയുന്നത് ഇംപേഴ്സണൽ ഇന്ററാക്ഷൻ. The difficulty in picturing the recipient's hands symbolized the impersonal and detached aspect of digital communication. അതായത് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇതിലൂടെ ലഭിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ മെസ്സേജ് ലഭിക്കുന്ന ആളുടെ ഹാൻഡ്സ്, കൈകൾ സങ്കല്പിച്ച് നോക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു മങ്ങിയ ചിത്രമാണ് ലഭിക്കുന്നത് എന്നുള്ള ഒരു മെറ്റഫറിലൂടെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. വേർ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ പ്രസൻസ് ഈസ് ഓഫ്റ്റൻ ലാക്കിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു അടുപ്പം അവിടെ ലഭിക്കുന്നില്ല. ഫ്യൂച്ചിലിറ്റി ഓഫ് ടെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ. The concluding line, "Nothing my thumbs press will never be heard," conveys a sense of futility and frustration that can accompany digital communication, highlighting its limitations in conveying true emotions and intentions. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഈ ടെക്സ്റ്റ് മെസ്സേജിൽ ഉദ്ദേശിച്ചിട്ടുള്ള ഇമോഷനും ഇന്റൻഷനും തന്നെ ആയിരിക്കണമെന്നില്ല ഒരുപക്ഷെ വായിക്കുന്ന ആൾക്ക് ലഭിക്കുന്നത്. ആ രീതിയിൽ മിസ്കമ്മ്യൂണിക്കേഷന്റെയും അതുപോലെ തന്നെ ഈ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തൊരു മീഡിയം എന്നുള്ള രീതിയിലുമാണ് ഈ ഡിജിറ്റൽ മീഡിയയെ ഇവിടെ പോയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. വാട്ട് ഇമോഷൻസ് ഓർ ഫീലിംഗ്സ് ആർ കൺവേഡ് ത്രൂ ദി ആബ്രിവേറ്റഡ് ആൻഡ് ഡിസ്കണക്റ്റഡ് ലാംഗ്വേജ് യൂസ് ഇൻ ദ ടെക്സ്റ്റ് മെസ്സേജസ്. ആബ്രിവേറ്റഡ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് മെസ്സേജിന്റെ ഒരു സ്വഭാവമാണ്. പലപ്പോഴും വേർഡ്സും സെന്റൻസുകളും ഫുൾ ആയിട്ട് ടൈപ്പ് ചെയ്യാതെ അതിന്റെ ഷോർട്ട് ആയിട്ട് ടൈപ്പ് ചെയ്യുന്ന രീതി, അതിലൂടെ എന്ത് ഫീലിംഗ് ഇമോഷൻ ആണ് ഇവിടെ കൺവേ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ലോങ്ങിങ് ആൻഡ് ഡെസ്പറേഷൻ. ദ സ്പീക്കേഴ്സ് റിപ്പീറ്റഡ് റീറീഡിംഗ് ഓഫ് മെസ്സേജസ് ആൻഡ് സെർച്ച് ഫോർ സ്മോൾ സൈൻസ് ഓഫ് അഫെക്ഷൻ സജസ്റ്റ് ഫീലിംഗ്സ് ഓഫ് ലോങ്ങിങ് ആൻഡ് ഡെസ്പറേഷൻ ഫോർ എ മോർ മീനിങ് ഫുൾ കണക്ഷൻ. ഇവിടെ നമ്മുടെ പോയറ്റിന് ഫീൽ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഈ ഷോർട്ട് മെസ്സേജിൽ നിന്നെല്ലാം ഒരു അഫെക്ഷൻ ലഭിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ഈ ഒരു അഫെക്ഷന് വേണ്ടിയിട്ട് പഴയ മെസ്സേജുകൾ വായിച്ചു നോക്കുന്നത്. Frustration and absurdity. The speaker feels absurd while obsessively checking messages, indicating frustration with the limitations and the inadequacy of text-based communication. അങ്ങനെ പഴയ മെസ്സേജുകൾ വീണ്ടും വീണ്ടും വായിച്ചു നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു അബ്സഡിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു വിചിത്ര പെരുമാറ്റമാണെന്ന് തോന്നുന്നുണ്ട്. അത് ഈ ഒരു ഫ്രസ്ട്രേഷനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ആസ്പെക്ട് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. പിന്നെ വരുന്നത് ഇമോഷണൽ ഡിസ്റ്റൻസ് ആണ്. The broken chord and blurred image of the recipient hands convey a sense of emotional distance and disconnection. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബ്രോക്കൺ കോഡിന്റെയും അതുപോലെ തന്നെ ഈ ബ്ലേർഡ് ഹാൻഡ്, ഈ മങ്ങിയ കൈകൾ കാണുന്നതും ഒരു ഇമോഷണൽ ഡിസ്റ്റൻസിന്റെ ഒരു ഫീലിംഗ് ആണ് നമ്മുടെ പോയറ്റിന് നൽകുന്നത്. എംഫസൈസിങ് ദ ചലഞ്ചസ് ഓഫ് എക്സ്പ്രസിംഗ് ആൻഡ് റിസീവിംഗ് ജെന്യുവൻ ഇമോഷൻസ് ത്രൂ ടെക്സ്റ്റ്. അപ്പോൾ ഈ ടെക്സ്റ്റിലൂടെ ഈ ജെന്യുവൻ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ കഴിയാത്തതിന്റെ ഒരു നിരാശയാണ് അവിടെ വീണ്ടും പ്രകടിപ്പിക്കപ്പെടുന്നത്. Isolation and incompleteness. The final line, expressing that nothing my thumbs press will ever be heard, encapsulates feelings of isolation and the incompleteness of digital interactions. വീണ്ടും പറയുന്നുണ്ട്, നമ്മൾ എന്ത് തന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ എക്സ്പ്രസ് ചെയ്യാനോ ഫീൽ ചെയ്യാനോ സാധിക്കില്ല എന്നുള്ളത്. ആ രീതിയിൽ ഇതിൻ്റെ ഒരു ഇൻകംപ്ലീറ്റ്നെസ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. As the speaker's true emotions remain unexpressed and unheard. ഇദ്ദേഹത്തിന്റെ ട്രൂ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാതിരിക്കുകയും അതുപോലെ തന്നെ അൺഹേർഡ്, അത് ഫീൽ ചെയ്യാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഡിജിറ്റൽ മീഡിയയിലുള്ളത്. ആ രീതിയിലുള്ള ഫീലിങ്സ് ആണ് അദ്ദേഹത്തിന് ഇതിലൂടെ ലഭിക്കുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, കമന്റ് ഓൺ ദ ലാംഗ്വേജ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ പോയം. പോയത്തിന്റെ ലാംഗ്വേജിനെയും സ്ട്രക്ചറിനെയും കുറിച്ചാണ് ചോദിക്കുന്നത്. ലാംഗ്വേജ്, സിമ്പിൾ ആൻഡ് ഡയറക്റ്റ്. The language in text is straightforward and mirrors the everyday act of texting, making it relatable and accessible. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് പോയറ്റിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ടെക്സ്റ്റ് മെസ്സേജിനകത്തൊക്കെ ഉപയോഗിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പോയത്തിനകത്തുള്ള ലാംഗ്വേജും വരുന്നത്. ഇമോട്ടീവ് ഇമേജറി. The film uses evocative imagery such as comparing the mobile to an injured bird to convey fragility and care. കൂടാതെ ഇമേജറി ആണ് വരുന്നത്. ഈ മൊബൈൽ ഫോണിനെ ഒരു മുറിവേറ്റ പക്ഷിയെ പോലെയാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ആ രീതിയിൽ ആ ഒരു ഫ്രജിലിറ്റി അല്ലെങ്കിൽ ഒരു ദുർബലതയൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ഇമേജുകൾ ഈ പോയത്തിനകത്ത് വരുന്നുണ്ട്. റിപ്പീറ്റേഷൻ. ദ റിപ്പീറ്റേഷൻ ഓഫ് ടെക്സ്റ്റ് emphasizes the repetitive nature of digital communication and the speaker's obsessive engagement with it. പിന്നെ
ഈ ടെക്സ്റ്റ് എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നതിലൂടെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണെന്നുള്ളതും അതുപോലെ തന്നെ ഒബ്സസീവ് ബിഹേവിയർ ആണെന്നുള്ളതും നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ഈ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുക തുടങ്ങിയിട്ടുള്ള ഒബ്സസീവ് ബിഹേവിയർ, പഴയ മെസ്സേജുകൾ വീണ്ടും വായിച്ചു നോക്കുക തരത്തിലുള്ള ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഈ റിപ്പീറ്റീഷനിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പോയത്തിനകത്ത് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്ട്രക്ചറിൽ വരുന്നത് ഫ്രീ വേഴ്സ് ആണ്. The poem is written in free verse without fixed rhyme scheme or meter, reflecting the informal and spontaneous nature of texting. പിന്നെ ഇതിൽ റൈം സ്കീമോ അല്ലെങ്കിൽ മീറ്ററോ ഒന്നുമില്ലാതെ ഫ്രീ വേഴ്സ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതും ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജിങ്ങിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റൈലും സ്ട്രക്ചറും ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഷോർട്ട് ലൈൻസ് ആൻഡ് സ്റ്റാൻസാസ്. The brief lines and stanzas mirror the fragmented style of text messages, emphasizing the disjointed nature of digital communication. കൂടാതെ ഇതിലെ വെരി ഷോർട്ട് ലൈൻസ് ആണ്, ചെറിയ വരികൾ, ചെറിയ സ്റ്റാൻസാസ് എന്നുള്ളതും ഈ ടെക്സ്റ്റ് മെസ്സേജിന്റെ ഒരു സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന തരത്തിലാണ്. ആ രീതിയിൽ ഫ്രീ വേഴ്സ് ആയിട്ടുള്ളതും സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ലാംഗ്വേജുമാണ് ഈ പോയത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Discuss how the title of the poem interacts with the poem content. Is the title appropriate or ironic? Why? ഇനി ഈ പോയത്തിന്റെ ടൈറ്റിലിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അത് പോയത്തിന്റെ കണ്ടന്റുമായിട്ട് ചേരുന്നതാണോ, പോയത്തിന് അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് ഇന്ററാക്ഷൻ. ഡയറക്റ്റ് റിലേഷൻ. The title text directly relates to the poem's focus on text messaging, setting the stage for an exploration of digital communication and its emotional nuances. ഇനി ടെക്സ്റ്റ് എന്നുള്ള ടൈറ്റിൽ ഈ പോയത്തിന്റെ കണ്ടന്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. നമുക്കറിയാം ടെക്സ്റ്റ് മെസ്സേജിനെ കുറിച്ചിട്ടാണ് പോയത്തിൽ പറയുന്നത്. ആ രീതിയിൽ ഈ ടൈറ്റിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് തന്നെയാണ് എന്നുള്ള രീതിയിൽ അത് റിലേറ്റബിൾ ആണ്. എംഫസിസ് ഓൺ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. ദ ടൈറ്റിൽ ഹൈലൈറ്റ്സ് ദ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബീയിങ് എക്സാമിൻഡ്, aligned well with the poem's content that delves into the complexities and emotional aspects of texting. ഇനി ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് പൊതുവായിട്ടല്ല, ടെക്സ്റ്റ് മെസ്സേജിങ്ങിനെ പ്രത്യേകിച്ചിട്ടാണ് ഇവിടെ എടുത്തു പറയുന്നത്. ആ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഈ ടെക്സ്റ്റ് എന്നുള്ള ഒരു ടൈറ്റിൽ ഈ പോയത്തിന്റെ കണ്ടന്റുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ കണ്ടന്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈറ്റിൽ ആണെന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി ഇതിൽ ഐറണിയാണ് ചോദിച്ചിട്ടുള്ളത്, അതായത് വിരോധാഭാസം ഉണ്ടോ എന്നുള്ള ചോദ്യമാണുള്ളത്. അത് നമുക്ക് എങ്ങനെയാണ് അഡ്രസ് ചെയ്യാൻ നോക്കാം. സർഫസ് സിംപ്ലിസിറ്റി വേഴ്സസ് ഇമോഷണൽ കോംപ്ലക്സിറ്റി. The title text suggests a straightforward, simple form of communication. ടെക്സ്റ്റ് നമുക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. However, the poem reveals the emotional complexity and depth of feelings that text messages struggle to convey, highlighting the irony that such a basic form of communication is tasked with expressing profound emotions. ടെക്സ്റ്റ് മെസ്സേജിംഗ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഫോമാണ്. അതായത് ടെക്സ്റ്റ് മെസ്സേജിങ് ഉത്ഭവിക്കുന്ന കാലത്ത് 160 ക്യാരക്ടേഴ്സ് 160 അക്ഷരങ്ങൾ മാത്രമാണ് ഒരു ടെക്സ്റ്റ് മെസ്സേജിനകത്ത് അയക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നുള്ളൂ. ആ രീതിയിൽ ബേസിക് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിലൂടെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഐറണി നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. പിന്നെ വരുന്നത് ഈസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വേഴ്സസ് ഇമോഷണൽ ഡിസ്കണക്ഷൻ ആണ്. ടെക്സ്റ്റിംഗ് ഈസ് ജനറലി സീൻ ആസ് എ ക്വിക്ക് ആൻഡ് ഈസി വേ ടു കമ്മ്യൂണിക്കേറ്റ്. നമുക്കറിയാം വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മാർഗം എന്ന രീതിയിലാണ് നമ്മൾ ടെക്സ്റ്റിങ്ങിനെ കാണുന്നത്. The poem, however, portrays the speaker's emotional disconnection and frustration, suggesting that what is supposed to simplify communication often fails to capture the depth of human feelings, thus highlighting the ironic gap between convenience and emotional fulfillment. പക്ഷേ ഈ പോയറ്റിനകത്ത് നമ്മൾ കാണുന്നത് പോയറ്റിന്റെ അദ്ദേഹത്തിന്റെ ഇമോഷണൽ കണക്ഷൻ, അഫെക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ ടെക്സ്റ്റിങ്ങിലൂടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ടെക്സ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിലുള്ള കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു രീതിയാണെന്നുണ്ടെങ്കിലും അത് ഒരു ഹ്യൂമൻ കണക്ഷൻ അതുപോലെ തന്നെ അഫെക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല എന്നുള്ള കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. ആ രീതിയിൽ നമുക്കിത് ഐറോണിക് ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളിതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.